നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഇന്ന് സത്യത്തിൽ വല്ലാത്തൊരു മാർക്കറ്റായിരുന്നു. അതായത് ഏകദേശം നിഫ്റ്റി 100 പോയിൻറ്റിന് മേലെ താഴെ നിൽക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി 450 പോയിൻറ്റോളം മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ട്രേഡേഴ്സിന് വല്ലാതെ ആശങ്കയിലാഴ്ത്തിയ ദിവസമാണ്. ഏതായിരുന്നാലും ആദ്യത്തെ 1-2 എസ് ഇട്ടടിച്ചെങ്കിലും പിന്നീട് നല്ല പ്രോഫിറ്റിലായി. അതിലെടുത്ത് പറയേണ്ടത്, മാർക്കറ്റിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഇന്ന് 22,300 നിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ 22,500 പോകും എന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ മെമ്പേഴ്സിന് ഒരു ട്രേഡ് കൊടുത്തിരുന്നു. ആ ട്രേഡ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോളൂ. അതായത് നിഫ്റ്റി 22,500 കാൾ ഓപ്ഷൻ 72 എടുക്കാൻ പറഞ്ഞു. പക്ഷേ 72.45 അത് വന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നു, താഴെ വരുന്നുണ്ട് മിസ്സാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. വീണ്ടും കൊടുത്തു ഡോണ്ട് മിസ് 69-72 എന്ന്. 72.45 73 എടുത്തവരുണ്ട്. എടുക്കാത്തവരോട് പറഞ്ഞു 80 ആയപ്പോൾ 80 എടുത്തവർ ലൈക്ക് അടിക്കുക, എടുക്കാത്തവർ റിസ്ക് മാനേജ്മെൻറ്റ് നോക്കി കിട്ടിയ പ്രൈസിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു SL അടിച്ചു കഴിഞ്ഞാൽ 500 രൂപയാണ് നമുക്ക് നഷ്ടപ്പെടാൻ പാടുള്ളൂ. അതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ 80-ലും 82-ലും 85-ലൊക്കെ എടുത്തവരുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു റാലി ആയിരുന്നു. 189 പോയിൻറ്റിലേക്കാണ് അത് പോയത്. എത്ര? 73 മുതൽ 189 വരെ. സംഗതി BTSTI ആണ് കൊടുത്തത്. ചില ആളുകളൊക്കെ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, BTST അല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്തത്തിനനുസരിച്ച് ഒരു 60-70 പോയിൻ്റ് ആയപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡബിളായല്ലോ. അതിൽ ബുക്ക് ചെയ്തവരുണ്ട്, അത് ഹോൾഡ് ചെയ്തവരുണ്ട്. അതായത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മുമ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തവരും ഉണ്ടാവാം. ഏതായിരുന്നാലും നല്ല പ്രോഫിറ്റായിരുന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആശങ്കയുടെയും ഉത്കണ്ഠയുടെയും അതേപോലെ തന്നെ ആവേശത്തിൻ്റെയും ഒക്കെ ഒരു ദിവസമായിരുന്നു എന്ന് പറയാം. കാരണം 100-110 പോയിൻറ്റോളം നിഫ്റ്റി താഴ്ന്നിരിക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി 450 പോയിൻറ്റോളം ഹൈയിലുമായിരുന്നു. എങ്ങനെ നമ്മൾ ആകുലപ്പെടാതിരിക്കും? ഇന്ന് ശരിക്കും ട്രേഡർമാരെ വലപ്പിച്ച ഒരു ദിവസം തന്നെയായിരുന്നു. കാരണം 2 ഇൻഡെക്സും 2 ധ്രുവങ്ങളിലേക്ക് പോയതുകൊണ്ട് തന്നെയാണ്. ഒരു വശത്താണെങ്കിൽ സെൻസെക്സ് ചരിത്രത്തിൽ ആദ്യമായി 74,000 പോയിൻറ്റും മറികടന്നുകൊണ്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മറുവശത്ത് BSEയിൽ 1.66 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഇന്ന് മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാങ്കിങ്, ധനകാര്യം, IT ഷെയറുകളിലെ സ്ട്രോങ് ബൈയിങ് രണ്ടാമത്തെ സെഷനിൽ മാർക്കറ്റിനെ വല്ലാതെ റാലിയിലേക്ക് കൊണ്ടെത്തിച്ചത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് ഏകദേശം 1% ഉയർന്നത്. എന്നാൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 2% താഴ്ന്നിരിക്കുകയാണ്. നിഫ്റ്റിയിൽ 35 ഷെയറുകൾ ഇന്ന് പോസിറ്റീവിലാണെങ്കിൽ 15 ഷെയറുകളാണ് നെഗറ്റീവിലേക്ക് പോയത്. അതിൽ ബജാജ് ആട്ടോ, കൊട്ടക് ബാങ്ക്, ഭാരതി എയർടെൽ, SBI ലൈഫ്, ആക്സിസ് ബാങ്ക് എന്നിവ നല്ല നേട്ടമുണ്ടാക്കിയപ്പോൾ അദാനി എൻഡ്, NTPC, അൾട്രാ സിമെൻറ്റ് കമ്പനി, BPCL, ONGC എന്നിവ നല്ലവണ്ണം നഷ്ടത്തിലുമായിട്ടുണ്ട്. അമേരിക്കയിലെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ജെറോം പവൽ അമേരിക്കൻ നിയമനിർമ്മാണ സഭയായ ക്യാപിറ്റോൾ ഹില്ലിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്. ഒരു വർഷത്തെ ധനനയത്തിൻ്റെ ദിശയെക്കുറിച്ചാകും അദ്ദേഹം കൂടുതലും സംസാരിക്കുക. പവലിൽ നിന്ന് അനുകൂലമായ പ്രസംഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ന് IT ഷെയറുകൾ ഒരു റാലി നടത്തിയത്. ഇനി നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ നാളേക്കുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. ഇന്ന് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്
22,497.20 എന്ന ഹൈയാണ്. നാളെ 22,500 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. അത് ഏകദേശം നാളെ ക്രോസ് ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇലക്ഷന് മുമ്പേ തന്നെ 22,500 നിഫ്റ്റി എത്തുമെന്ന്. ഏതായിരുന്നാലും 22,500 തൊട്ടടുത്തെത്തി. ഇനി 2.5 പോയിന്റും കൂടി അല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് 22,500, സെക്കൻഡ് 22,550, തേർഡ് 22,600 ആയിരിക്കും. സപ്പോർട്ട് 22,435 ഫസ്റ്റ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിരിക്കും. 22,400 സെക്കൻഡും 22,370 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 47,959 സ്പോട്ട് റേറ്റ്. ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 48,155. നാളെ 48,300 ഫസ്റ്റ് റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 48,450 സെക്കൻഡ്, 48,650 തേർഡ് റെസിസ്റ്റൻസുമായിരിക്കും. അതേപോലെ തന്നെ 47,860 ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട്. 47,640 സെക്കൻഡും 47,440 തേർഡ് സപ്പോർട്ടുമായി നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇന്നലെ തന്ന 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്ന് അദാനി പവർ ആയിരുന്നു. ബൈ പറഞ്ഞത് 581 പക്ഷേ ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 580. അതുകൊണ്ട് നമുക്ക് അതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തേത് KPR മില്ലായിരുന്നു. 794 ബൈ എൻട്രി കൊടുത്തിരുന്നത്. ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 804.95, അതായത് 805. ഓപ്പൺ ചെയ്തത് 793. അതുകൊണ്ട് നമുക്ക് ഒരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ എൻട്രി 794 793 ഓപ്പൺ ചെയ്ത മാർക്കറ്റ് പിന്നീട് 1 അവറിൽ 805 എന്ന ഹൈയിലേക്ക് പോയി. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് 803. അതുകൊണ്ട് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തേത് കോറമാൻഡലാണ്. കോറമാൻഡൽ നാളെ ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്താൽ, ഇന്നത്തെ ഹൈ ആയ 1103 ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ക്രോസ് ചെയ്താൽ 1104 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 1100 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1110, 1115 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അതിന് മുകളിൽ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല മൂവിങ്ങിനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഏകദേശം 1124 വരെയെങ്കിലും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതായിരുന്നാലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് മൈനസ് ചെയ്തുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റോക്ക് മെഡ്പ്ലസ് ആണ്. മെഡ്പ്ലസ് ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പലതവണയാണ് ശ്രമിച്ചത്. 1, 2, 3, 4, 5, 6, 7 പക്ഷെ അപ്പോഴൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, മാത്രമല്ല ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു ചെറിയ റെസിസ്റ്റൻസ് 706. അതുകൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് 708 എൻട്രി കൊടുക്കാം. 704 സ്റ്റോപ്പ് ലോസ് വെക്കണം. 712, 716 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇതും നേരത്തെ പറഞ്ഞ രൂപത്തിൽ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ SL മൈനസ് ചെയ്ത് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പറയുന്നതും നിങ്ങൾ കാണുന്നതുമെല്ലാം പഠിക്കാൻ വേണ്ടിയാണ്. എഡ്യൂക്കേഷൻ പർപ്പസ് ഓൺലി. ഓക്കെ, ബൈ.